മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 24 ഇന്നത്തെ ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു. ദൈവത്തിനും മോശയ്ക്കുമെതിരായിട്ട് ഇസ്രായേൽ ജനത പിറുപിറുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പിറുപിറുത്തത് എന്നറിയാമോ? അവർക്ക് കുടിക്കുവാനായിട്ട് വെള്ളമില്ല. ഈ മരുഭൂമിയിൽ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കാനാണോ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന അവരുടെ ചോദ്യം ദൈവമായ കർത്താവ് അവരെ വഴി നടത്തിയ എല്ലാ മുൻകാല അനുഭവങ്ങളും ഇസ്രായേൽ മക്കൾ മറന്നുപോയി. വെള്ളമില്ല എന്നതിൻ്റെ പേരിൽ അവർ ദൈവത്തിനെതിരായും മോശയ്ക്കുമെതിരായിട്ട് പിറുപിറുക്കുകയാണ്. ഇങ്ങനെ പിറുപിറുക്കുമ്പോൾ ദൈവം ആഗ്നേയ സർപ്പങ്ങളെ ആ ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കുന്നു. ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റ ഒത്തിരി മനുഷ്യർ മരിച്ചു. ജനങ്ങൾ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് മോശയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഈ സർപ്പങ്ങളെ പിൻവലിയിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. മോശ ദൈവത്തോട് പോയി കേണപേക്ഷിച്ചുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നു, ഒരു പിച്ചള സർപ്പത്തെ എടുത്ത് നീ ഉണ്ടാക്കി ഉയർത്തുക, അതിനെ നോക്കുന്നവരെല്ലാം സൗഖ്യമാക്കപ്പെടുമെന്ന്. ആ ഒരു വായനയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ഈ പിച്ചള സർപ്പത്തെ, അന്ന് മോശ മരുഭൂമിയിൽ ഉയർത്തിയ ഈ സർപ്പത്തെ ദൈവം അരുൾ ചെയ്തതും മോശ ഉണ്ടാക്കിയതുമായ ഈ പിച്ചള സർപ്പം ജെറുസലേം ദേവാലയത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ ഈ പിച്ചള സർപ്പത്തെ പുരോഹിതന്മാർ ധൂപിച്ചിരുന്നു. ഏകദൈവത്തെ വിശ്വസിക്കുന്ന യഹൂദന് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുമെന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുമായിരിക്കും. എന്നാൽ ചരിത്രം പറയുന്നത് ഈ പിച്ചള സർപ്പം ജെറുസലേം ദേവാലയത്തിൽ അവർ സ്ഥാപിക്കുകയും അതിനെ അവർ പൂജിക്കുകയും ധൂപിക്കുകയും ചെയ്തിരുന്നുവെന്ന ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹെസക്കിയ രാജാവിൻ്റെ കാലത്ത് ഈ പൂജ ആ രാജാവ് നിർത്തലാക്കി. ഈ പിച്ചള സർപ്പത്തെ ദേവാലയത്തിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. സംഖ്യാപുസ്തകത്തിൽ നിഗൂഢമായിട്ടുള്ള ഈ ഒരു സംഭവം, പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ മോശ ഉയർത്തുകയും ജനം അതിനെ നോക്കുകയും ചെയ്യുമ്പോൾ സൗഖ്യപ്പെട്ടു എന്നുള്ള ഈ ഒരു നിഗൂഢമായിട്ടുള്ള ഈ ഒരു സംഭവത്തെ ഈശോ വളരെ വ്യക്തമാക്കി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന. അന്ന് മോശ ഉയർത്തിയ പിത്തള സർപ്പത്തെ നോക്കിയപ്പോ സർപ്പത്തിന് ദംശനമേറ്റവ, പാമ്പിന്റെ ദംശനമേറ്റവർക്ക് ജീവനുണ്ടായി എങ്കിൽ ഇന്ന് യേശുവാകുന്ന ദൈവത്തിൻ്റെ പുത്രനെ അവർ കാൽവരിയുടെ നെറുകയിൽ ഉയർത്തുകയും അവനെ നോക്കുന്നവർക്ക് ജീവനുണ്ടാവുകയും ചെയ്യുമെന്ന് ഈശോ വളരെ വ്യക്തമാക്കി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സർപ്പത്തിലൂടെ മനുഷ്യനിലേക്ക് വന്ന പാപത്തെ അവിടുന്ന് ഉന്മൂലനം ചെയ്യുന്നു കുരിശിലെന്ന് പഠിപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പരിഹാരം ചെയ്യുവാൻ
പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ മനുഷ്യന് കഴിവില്ലാത്തതിനാൽ ദൈവം മനുഷ്യനാവുകയും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യുകയും ചെയ്തു. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, നിയമജ്ഞരും ഫരീസയരും ഈശോയെ വിശ്വസിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ ഒരു വശത്ത് യേശുവിനെ വധിക്കുവാൻ വേണ്ടി, ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ഗൂഢാലോചനകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയും, മറുവശത്ത് അവർ ഈശോയോട് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ പ്രവർത്തികളൊക്കെ കണ്ടിട്ടും അവർ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ആ വലിയ സത്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. നീ ആരാകുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷം 25-ാം വാക്യത്തിൽ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഈശോ ഈ 8-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ 54-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി അവരെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് ഞാനെന്ന്. 58-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അബ്രഹാമത്തിന് മുൻപ് ഞാനുണ്ട് എന്ന സത്യം അവിടെ നിന്ന് അവരെ പറഞ്ഞിട്ടും അവർക്കത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈശോ പറയുന്നു, ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്, നിങ്ങളോ ഭൂമിയിൽ നിന്നുള്ളവരാണ് എന്ന് വളരെ വ്യക്തമായി ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിനത്തിൽ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാൽവരിയുടെ നെറുകയിൽ ഉയർത്തപ്പെടുന്ന ആ ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായിട്ട് അവിടുന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നു. ആ ഒരു വലിയ സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്നിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.